ഭിന്നിപ്പുണ്ടാക്കിയെന്ന് പറയുന്നു. പക്ഷേ ഈ സമുദായത്തെ ഭിന്നിപ്പിച്ചതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത്, സമുദായത്തിന്റെ സംഘടിത ശക്തിയെ തകർക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് ശ്രീമാൻ കാന്തപുരവും അദ്ദേഹത്തിന്റെ ഗ്രൂപ്പുമാണെന്ന് ഞാനല്ല പറയുന്നത്. ഈ കെ അബൂബക്കർ മുസ്ലിയാർ എപികൾ പോലും പ്രസംഗിക്കുമ്പോ നവറല്ലാഹു മർഖദഹു എന്നാ പറയാ. അയാളുടെ കടപ്പുസ്ഥാനം ഖബർ അല്ലാഹു പ്രകാശപൂരിതമാക്കട്ടെ. ആരാ പറയാ? എപികള് ദർജ ഏറ്റി കൊടുക്കട്ടെ. ആ ഈ കെ അബൂബക്കർ മുസ്ലിയാർ പറയുന്നത് ഇടത്തോട്ട് ചാഞ്ഞ് ഫത്വ കൊടുത്ത ഈ കാന്തപുരം മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിച്ചു എന്നാ പറഞ്ഞത്. അതൊന്ന് കേൾപ്പണെങ്കിൽ ഇതിന് ശേഷം പിന്നീടുള്ള അനന്തര സംഭവങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ആലോചിച്ചോ, അനന്തര സംഭവങ്ങൾ. ആ കാര്യങ്ങൾക്ക് ശേഷം പിന്നീട് അസംബ്ലി ഇലക്ഷൻ വന്നു. ഉണ്ടോ? പഞ്ചായത്ത് ബോർഡ് ഇലക്ഷൻ വന്നു. ആ സമയത്തെല്ലാം തന്നെ ഈ ഫത്വക്കാർ, ഈ ഇടത്തോട്ട് നീങ്ങിയ ഫത്വക്കാർ അവരെന്ത് ചെയ്തു എന്നാൽ സമുദായത്തിന്റെ സംഘടന പൊളിക്കാൻ വേണ്ടി ആവുന്നതൊക്കെ പരിശ്രമിച്ചു. സുന്നത്തമായ സുന്നിന്റെ പേരും പറഞ്ഞു. അതല്ലേ യഥാർത്ഥത്തിൽ ചെയ്തത്? സമുദായത്തിന്റെ സംഘടിത ശക്തി തകർക്കാൻ വേണ്ടി അവർ ചെയ്യാത്ത കാര്യം എന്താണ്? അതെല്ലാം തന്നെ സുന്നി എന്ന പേര് പറഞ്ഞുകൊണ്ട്. ഏതാണ് ആ സുന്നി? നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. കുന്നമംഗലത്ത് ബാലൻ വൈദ്യർ ഒരു സ്ഥാനാർത്ഥി, രാമൻ മാസ്റ്റർ മറ്റൊരു സ്ഥാനാർത്ഥി. അതിൽ ബാലൻ വൈദ്യർ സുന്നി. സലാമിന്റെ മസ്ജിദാണ്. ഇതാണ് സലാമിന്റെ മസ്ജിദ്. ഉറുപ്പിൽ വേണം മനുഷ്യന്. കുറച്ച് ഉറുപ്പ് വേണം. ഉറുപ്പില്ലെങ്കിൽ എന്തും ആവാമില്ല. ആലോചിച്ച് നോക്കൂ. ഇത് സലാമിന്റെ മസ്ജിദാണ്. ഇത് ഈ മസ്ജിദ് എന്താണ്? അങ്ങനെ സമുദായത്തിന്റെ സംഘടിത ശക്തി, സമുദായത്തിന്റെ ജീവൻ നഷ്ടപ്പെടുത്താൻ വേണ്ടി ആവുന്നത് മുഴുവൻ ഉറപ്പിച്ചു. അപ്പോ ആരാ സമുദായത്തിന്റെ സംഘടിത ശക്തി ശ്രമിക്കാൻ ശ്രമിച്ചത്? സമുദായത്തിന്റെ ജീവൻ നഷ്ടപ്പെടുത്താൻ ആവുന്നതൊക്കെ ചെയ്തത് ശ്രീമാൻ കാന്തപുരവും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളുമാണ്. ഞങ്ങളല്ല പറയുന്നത്. കൂടെ കടന്നവർക്ക് രാപ്പനി അറിയുന്ന ഈ കെ അബൂബക്കർ മുസ്ലിയാരാ പറയുന്നത്. സമസ്തയുടെ ദീർഘകാലം നേതാവായിരുന്ന ആളെ. ദർജ ഏറ്റി കൊടുക്കട്ടെ എന്നല്ലേ പേരോട് നാദാവിട്ടൊക്കെ പ്രസംഗിച്ചത്. ദർജ ഏറ്റി കൊടുക്കട്ടെ. അയാൾ പറയണതാണിത്. അയാൾ ആ പ്രസംഗത്തിൽ ഇത്രയും കൂടി പറയുന്നുണ്ട്. കളവ് പറയുന്നതിനും വേണ്ട ഒരു അതിർത്തി. ജനങ്ങളെല്ലാം കഴുതകളല്ല, ചില കഴുതകൾ ഉണ്ടാകും. ആ കഴുതകളൊക്കെ ഇയാളെ കൂടെയുള്ളത്. പിന്നെ ഇടത്തോട്ട് പോയി ഫത്വ കൊടുത്തു, ഇടത്തോട്ട് ചാഞ്ഞ ഫത്വ കൊടുത്തു. അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നപ്പോ ഇടത്തോട്ട് ചാഞ്ഞ് ഫത്വ കൊടുത്തു. എന്നിട്ട് ബാലൻ വൈദ്യരെയും മറ്റേ ഒരാളെയും കൂടി പറഞ്ഞിട്ട് ആരെയാ ജയിപ്പിക്കേണ്ടത്? ഇടത്തോട്ട് ചാഞ്ഞവനെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ സമുദായത്തിന്റെ സംഘടിത ശക്തിക്ക് അതിൽ പ്രവർത്തിച്ച പാരമ്പര്യം നിങ്ങൾക്കാണുള്ളതെന്ന് നിങ്ങളെ നേതാവ് തന്നെ പറയാണ്. ഞങ്ങളല്ല പറയുന്നത്. ഞങ്ങൾ എന്താ ചെയ്തിട്ടുള്ളൂ? ഖുർആനിലേക്കും സുന്നത്തിലേക്കും മുസ്ലിമീങ്ങളെ തിരിച്ചു വിളിക്കുക ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. റസൂലും സഹാബത്തും കാണിച്ചു തന്ന യഥാർത്ഥ ഇസ്ലാമിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നടക്കണം എന്ന് മുസ്ലിമീങ്ങൾ ആഹ്വാനം ചെയ്യുക മാത്രമാണ് മുജാഹിദുകൾ ചെയ്തിട്ടുള്ളത്. വേണ്ട, ഇവിടെ ഐക്യം തകർത്തതാരാ? ഇവിടെ ഈക്ക സുന്നികൾക്ക് പള്ളിയുണ്ട്, മുജാഹിദീങ്ങൾക്ക് പള്ളിയുണ്ട്, മതരാഷ്ട്രീയക്കാരായ ജമാഅത്തെ ഇസ്ലാമിക്കും പള്ളിയുണ്ട്. 3 പള്ളിയുടെ അടുത്ത് 4ാം പള്ളി ഉണ്ടാക്കി. അത് ഐക്യം ഉണ്ടാക്കാനാ തന്നെ? എന്താ ഐക്യം അല്ലേ? എന്നിട്ട് ഇവിടെ വന്നിട്ട് കാന്തപുരം പറഞ്ഞ എന്താണെന്നറിയോ? എന്തിനാ വേറെ പള്ളി ഉണ്ടാക്കണത്? സ്വഹീഹായ ജുമുഅയും സ്വഹീഹായ ഖുത്ബയും നടത്തി നിസ്കരിക്കാൻ തന്നെ. ആ ഭാഗം ഒന്ന് കേട്ടോളി. ചില ആളുകൾക്കൊക്കെ സംശയം ഉണ്ടാവും. അവിടെ അപ്പുറത്ത് പള്ളി, ഇപ്പുറത്ത് പള്ളി, മറ്റോടത്ത് പള്ളി, എല്ലാ പള്ളിയും ഉണ്ടായിട്ട് പിന്നെന്തിനാ അതിന്റെ ഇടയിലുണ്ട്? അത് നല്ല സ്വഹീഹായ നിസ്കരിക്കാൻ തന്നെ. ഒറ്റ വാക്കിന് മറുപടി സഹീഹായ ജുമുഅയും ഖുതുബയും നടത്തി നിസ്കരിക്കാൻ തന്നെ. അപ്പൊ എത്ര കാലം ഇവിടുത്തെ സുന്നികളെ ജുമുഅയൊന്നും സഹീഹായിട്ടില്ല. ആരവനും മുജാഹിദീങ്ങളല്ല പറഞ്ഞത്. കാന്തപുരം മൂപ്പര് കൂടുള്ള ആളുകളും ഹുസൈൻ അടക്കമുള്ളവരും അവിടെ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ സഹീഹായിട്ടില്ല. സഹീഹായ ജുമുഅയും സഹീഹായ ഖുതുബയും നടത്തി നിസ്കരിക്കാൻ, അതിനാണ് പുതിയ പള്ളി. അപ്പൊ ഇതുവരെയുള്ള ജുമുഅയും സഹിയല്ല, നിസ്കാരം സഹിയല്ല, ഖുതുബ സഹിയല്ല. എന്താണ് ഐക്യം? ഇങ്ങനത്തെ ഐക്യം ഉണ്ടോ?